സ്റ്റാർ ഹെൽത്തിന്റെ ഇത് കണ്ടോ, ഈ ആപ്ലിക്കേഷൻ, ഈ സ്റ്റാർ ഹെൽത്ത് എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഇത് ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചോണ്ടാണ് നമ്മുടെ പോളിസിക്ക് കൊടുത്ത ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. പോളിസിക്ക് ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് OTP വരും. അപ്പോൾ അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിയുമ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. അലോ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പോളിസി ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. മൈ പോളിസി ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയുണ്ട്. ഇങ്ങനെ പല ഇതിപ്പോൾ എനിക്ക് 2-3 പ്ലാൻ ഉള്ളതുകൊണ്ടാണ്. ഹോസ്പിറ്റലിൽ ആശുപത്രി കിടക്കും പൈസ കിട്ടാനുള്ള പ്ലാന്, പിന്നെ ഇത് അപകടം മൂലം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം ക്യാഷ് ആയിട്ട് കിട്ടുന്നു. ഇത് എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന്. അങ്ങനെ 3 ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫോം തന്നെ ഇങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ എടുക്കുക. പിന്നെ ക്ലെയിംസിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ഈ ഒരു മോളിൽ കണ്ടോ, ഇവിടെ ഈ മുകളിൽ ഈ ഒരു ചിഹ്നത്തിൽ എടുക്കുക. അതിലെടുത്ത് കഴിയുമ്പം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഇത് കണ്ടോ ഇവിടെ, അതിൽ നമ്മൾ പോവുക. അതിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ എടുക്കേണ്ടത് പോളിസി റിലേറ്റഡ്, അതിലാണ് നമ്മൾ പോകേണ്ടത്. അത് കഴിഞ്ഞ് ഗെറ്റ് മോർ ഹെൽപ്പ്, ഇതാണ് എടുക്കേണ്ടത്. ഗെറ്റ് മോർ ഹെൽപ്പ് എടുത്തതിന് ശേഷം അവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ 3 പ്ലാൻ എനിക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ അഷൂർ പോളിസിയാണ് അഷൂർ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ എന്ന് പേരുണ്ടാവും. അത് നമ്മളപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്തായിരിക്കുമല്ലോ നമ്മുടെ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പം സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കാറ്റഗറി ഇഷ്യൂഡ് പോളിസി എന്നുള്ളതാണ് എടുക്കേണ്ടത്. നമുക്ക് പോളിസി റിലേറ്റഡ് ആണല്ലോ, അങ്ങനെ വേറെ ഇതുണ്ട്, പലതുണ്ട്. അപ്പോൾ പോളിസി എടുക്കുക. പിന്നെ സബ് കാറ്റഗറി എടുക്കേണ്ടത് നമ്മൾ ഈ സബ് കാറ്റഗറിയിലാണ് ആഡ് റിമൂവ് ഇൻഷുർഡ് പേഴ്സൺ. ചില കേസുകളിൽ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ, ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ക്ലാരിഫിക്കേഷൻ ഓൺ പോളിസി ബെനിഫിറ്റ്, അല്ല പ്രീമിയം എമൗണ്ട് ഇൻകറക്റ്റ്, ബാലൻസ് സം അഷ്യൂർഡ് ഇൻക്വയറി, ക്ലാസിഫിക്കേഷൻ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് അപ്ഡേറ്റ് ഓഫ് ഇമെയിൽ അഡ്രസ് മൊബൈൽ നമ്പർ, അതിൻ്റെ അകത്ത് മാറ്റമില്ല. കറക്ഷൻ ഇൻ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത്, അതൊരു തെറ്റൊന്നുമില്ല. അതിൽ കറക്ഷൻ ഇൻ അഡ്രസ്സ്, അതാണെങ്കിൽ അഡ്രസ്സിൽ മാറ്റം വരുത്താനാണെങ്കിൽ അഡ്രസ്സ്. അങ്ങനെ നമുക്ക് പലതുണ്ട്. കറക്ഷൻ ഇൻ പ്രപ്പോസൽ ഓർ ഇൻഷേർഡ് നെയിം, കറക്ഷൻ ഇൻ പ്രപ്പോസൽ ഇൻഷേർഡ്, ഇങ്ങനെ പല ഡീറ്റെയിൽ ഉണ്ട്. അപ്പം ബാങ്ക് ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യാൻ അടക്കമുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്ഷൻ ഇൻ അഡ്രസ് ആണെങ്കിൽ അതെടുക്കുക. അതെടുത്തിട്ട് നമ്മൾ അടുത്തത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് മാറ്റേണ്ടത് നമ്മൾ ഇംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഐ വാണ്ട് ടു ചേഞ്ച് മൈ അഡ്രസ് ഡീറ്റെയിൽ, ജസ്റ്റ് ഒന്ന് അതേപോലെ ഒന്ന് എഴുതിയാൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് അത് അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ബാക്ക് വശം ഒന്ന് അപ്ലോഡ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക, അതല്ലെങ്കിൽ ബാക്ക് ആണെങ്കിലും ചെയ്യുക. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതായി. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാത്തതാണ്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയിൽ അതിൽ വന്നോളും. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം വന്നോളും. എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ സപ്പോർട്ടിൽ തന്നെ വന്ന് പോവുക. ഇതല്ലോ ട്രാക്ക് റിക്വസ്റ്റ്, റേസ് ആൻഡ് ക്വറി, നമ്മുടെ ഓൾറെഡി കൊടുത്തതിൻ്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടോ അങ്ങനെ ഒരു റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. അപ്പം നമുക്കത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയാൽ മതി. നമുക്ക് പോളിസിയിലുള്ള ആൾക്കാരുടെ പേര് ചേഞ്ച് ചെയ്യാൻ, അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ, പിന്നെ ആൾക്കാരെ ആഡ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ നമുക്ക് ചെയ്തെടുക്കാവേ.